ഹരേ കൃഷ്ണ. രാധേ രാധേ ശ്യാം. ഇന്ന് വൃന്ദാവനത്തിലെ ആചാര്യന്മാർ പറഞ്ഞൊരു കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത്. ഒരാൾക്ക് നേരിട്ട് ഭഗവാനെ ലഭിക്കുക, ശ്രീകൃഷ്ണ ഭഗവാനെ ലഭിക്കുക വളരെ പ്രയാസമായിരിക്കും. എന്നാൽ രാധാറാണിയുടെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ഭക്തനെ ഭഗവാൻ ഒരിക്കലും തന്നെ കൈവിടില്ല. രാധേ എന്ന് ആരെങ്കിലും വിളിച്ചാൽ ഭഗവാൻ ആ ഭക്തൻ്റെ പക്കലേക്ക് ഓടിയെത്തും. കാരണം തൻ്റെ പ്രിയപ്പെട്ടവളെ സ്നേഹിക്കുന്നവരെ ഭഗവാൻ അത്രമേൽ ഇഷ്ടമാണ്. രാധ ഭഗവാന്റെ വെറും ഒരു സ്നേഹിതയല്ല, പ്രപഞ്ചത്തിൻ്റെ അമ്മയാണ്, ജഗത് മാതാവാണ് രാധ. ഒരു കുഞ്ഞ് ഒരു ചെളിയിൽ വീണാൽ ആ അമ്മ ആ കുഞ്ഞിനെ വാരിയെടുക്കും. ചെളിയാണ് ആ കുഞ്ഞിൻ്റെ ദേഹത്ത് എന്നൊന്നും വിചാരിക്കില്ല, അല്ലേ? അതുപോലെ നമ്മെ വാരിയെടുത്ത് നമ്മുടെ ശരീരവും മനസ്സും വൃത്തിയാക്കി മാറോട് ചേർക്കും രാധാറാണി. അതുപോലെ എത്ര വലിയ വലിയ തെറ്റുകൾ ചെയ്ത ഭക്തനാണെങ്കിലും രാധാദേവിയുടെ മുൻപിൽ ചെന്ന് അമ്മേ എന്ന് വിളിച്ചാൽ, രാധേ രാധേ എന്ന് വിളിച്ചാൽ ദേവി അവരെ ശുദ്ധീകരിച്ചിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ എത്തിക്കും. വൃന്ദാവനത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നതിനേക്കാൾ വലിയ ശക്തിയായിട്ട് കാണുന്നത് രാധാറാണിയെയാണ്. അവിടെ ഭഗവാൻ പോലും രാധയുടെ ആജ്ഞാനുവർത്തിയാണ് എന്നാണ് അവിടെ ഭഗവാന്റെ ഭക്തന്മാർ വിശ്വസിക്കുന്നത്. ഭക്തരുടെ സങ്കടങ്ങൾ കേൾക്കാനും അവർക്ക് വേണ്ടി ഭഗവാനോട് ശുപാർശ ചെയ്യുവാനും എപ്പോഴും രാധാറാണി മുൻപന്തിയിലാണ് ഉണ്ടാവാറുള്ളത്. രാധാറാണിയുടെ ഈ ഒരു കാരുണ്യം, ഈ ഒരു കരുണ അനുഭവിക്കുവാൻ ഏറ്റവും നല്ലൊരു മാർഗമുണ്ട്. എന്താണെന്നോ, രാധേ രാധേ എന്ന് ജപിക്കുക, അല്ലെങ്കിൽ രാധേ കൃഷ്ണ എന്ന നാമജപം നിരന്തരം ജപിക്കുക. വൃന്ദാവനത്തിലെ ഓരോ തരി മണലിലും ഓരോ ഇലയിലും രാധ എന്ന നാമം അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. വൃന്ദാവനത്തിലെ തത്തകളും മയിലുകളും പാടുന്നത് പോലും രാധേ രാധേ എന്നാണ്. അവിടുത്തെ കുയിലുകളുടെ നാദം രാധാറാണിയുടെ കീർത്തനമാണെന്നാണ് പറയപ്പെടുന്നത്. യമുനയിലെ ഓളങ്ങൾ കരയിൽ വന്ന് തട്ടുമ്പോൾ ഉയരുന്നത് രാധാദേവിയുടെ നാമമാണത്രേ. ഭഗവാന്റെ പ്രിയതമയായ യമുന രാധാദേവിയെ സ്തുതിച്ചുകൊണ്ടാണ് ഒഴുകുന്നത്. വൃന്ദാവനത്തിലെ വള്ളിപ്പടർപ്പുകളും മരങ്ങളും പരസ്പരം കെട്ടിപ്പിണഞ്ഞു കിടക്കുന്നത് രാധാകൃഷ്ണന്മാരുടെ ആ ദിവ്യാനുരാഗത്തെ സ്മരിച്ചുകൊണ്ടാണെന്നാണ് അവിടെയുള്ളവരും ഭഗവാന്റെ ആൾക്കാരും വിശ്വസിക്കപ്പെടുന്നത്. ഇനി അവിടുത്തെ പശുക്കളും കുരങ്ങന്മാരും പോലും രാധ എന്ന ശബ്ദത്തോട് പ്രത്യേകമായൊരു സ്നേഹം കാണിക്കുന്നുണ്ട്. നമ്മൾ വൃന്ദാവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരാളെ കാണുമ്പോൾ ഹലോ, ഹായ് ഹായ് എന്നെല്ലാം പറയുമല്ലോ. പക്ഷേ അവിടെ നമസ്കാരം എന്ന് പറയുന്നതിന് പകരം ആളുകൾ പരസ്പരം അഭിവാദ്യം ചെയ്യുന്നത് രാധേ രാധേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇനി ഒരു കടയിൽ സാധനം വാങ്ങാൻ ചെല്ലുകയാണെങ്കിലും വഴി ചോദിക്കാനും ഇനി പരിചയക്കാരെ കാണുമ്പോഴും എല്ലാം ഈ പുണ്യനാമമാണ് അവർ ഉച്ചരിക്കുന്നത്. ഇതിലൂടെ ഓരോ നിമിഷവും ഭഗവാന്റെ സ്മരണ നിലനിർത്തുവാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. രാധാദേവിയുടെ ആ ഒരു മഹാത്മ്യം എത്ര പറഞ്ഞാലും തീരില്ല. ഒരുപാട് കഥകളുണ്ട് ഭഗവാന്റെയും രാധാറാണിയുടെയും. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുധേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ഹരേ കൃഷ്ണ. ജയ ജയ ശ്രീ രാധേ ശ്യാം.